ദുരന്തത്തിന് ശേഷം ഇതുവരെയും ആ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ലാത്ത നിരവധി മനുഷ്യരുണ്ട്. ഒരു നോക്ക് അവിടേക്ക് കാണാൻ ത്രാണിയില്ലാത്ത ആളുകൾ. ഇപ്പോഴും ചില ആളുകളൊക്കെ ഇങ്ങോട്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. ജുനൈദ് കോഴിക്കോടായിരുന്നു ആ ദുരന്തം നടക്കുമ്പോൾ, അല്ലേ? ഇവിടെ ആയിരുന്നു വീടുണ്ടായിരുന്നത്. ഇവിടെയാണ് വീടുണ്ടായിരുന്നത്. എന്താണ് ഇപ്പോൾ വീടിൻ്റെ എന്താണ് ഇവിടെ അവശേഷിക്കുന്നത്? നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫൗണ്ടേഷൻ മാത്രം കാണുന്നുണ്ട്. തറയുടെ കുറച്ച് ഭാഗം, പിന്നെ വാർപ്പിൻ്റെ കുറച്ച് കഷ്ണങ്ങളുണ്ട്, സ്ലാബിൻ്റെ കുറച്ച് പീസ്. എത്ര വർഷമായിട്ട് ജുനൈദ് ഈ വീട്ടിലുണ്ട്? ഞാൻ ഒരു 7 വർഷത്തോളമായി. ഞങ്ങൾ ഇപ്പോൾ കെട്ടിയിട്ട് 7 വർഷത്തോളമായി താമസമായിട്ട്. അന്ന് മുതൽ ഇവിടെയാണ്. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് എന്താ പറയുക, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ ഒരു ചെറുത് എന്തെങ്കിലും ഒരു അവശേഷിക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ ഫുള്ള് കല്ലുകളും മരങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രദേശമേ മാറിപ്പോയിട്ടുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഉപരി അപ്പുറത്താണിത്. നമുക്ക് ഈ കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഭയാനകമാകുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ ഒരു കാഴ്ച നമ്മുടെ ഇപ്പോൾ എൻ്റെ രക്ഷിതാക്കൾ പോലും അവർ കണ്ടിട്ടില്ല. അവരൊക്കെ സ്വപ്നം കണ്ട് ഉണ്ടാക്കി വെച്ച വീടാണ്. ഒരുപാട് ഒരാവശ്യത്തിൻ്റെ എന്താ പറയുക, സ്വപ്നങ്ങൾ കൂടി ഒരു കൂട്ടി ഉണ്ടാക്കിയതാണ്. എൻ്റെ സഹോദരൻ്റെ കഷ്ടപ്പാടാണ് ഈ കിടക്കുന്നത്. നമ്മുടെ വീട്ടുകാരെല്ലാം കൂടി ചേർത്ത് വെച്ച് ഉണ്ടാക്കി. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് വീട് പണിയാൻ വേണ്ടിയിട്ട്. ഒരാഴ്ചക്കാലത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ പോയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ വല്ലാത്തൊരു മനോവിഷമമുണ്ട്. കാണാൻ എന്താ പറയുക, ഒന്നുമില്ല. നമ്മളിങ്ങനെ താമസിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് ഞാൻ ലാസ്റ്റ് വന്നിട്ട്. ഞാൻ ലീവിന് വരുന്ന സമയത്ത് താമസിച്ച് പോയതാണ്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരേണ്ടി വരുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ജുനൈദ് വരുമ്പോൾ ഞങ്ങളിങ്ങനെ കാണുമായിരുന്നു. ജുനൈദ് വന്നിട്ട് ഇങ്ങനെ ബാഗ് അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തിരയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഏകദേശം സിറ്റ് ഔട്ട് ഭാഗത്താണ്. കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്നുള്ളൂ. പിന്നെ മരണം ഒരുപാട് പേരെ കാണാൻ പോലും ഇല്ല ഇതുവരെയായിട്ട്. അത്രയും ഭയാനകമായി. അങ്ങനൊരു ദുരന്തത്തിൽ നിന്ന് കുടുംബത്തെ മാറ്റി നിർത്തിയിരുന്നു. ജുനൈദ് വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ലേ. എന്തായിരുന്നു അങ്ങനെ ഒരു കാരണം? നമ്മൾ മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരുന്ന മലയുടെ ചോരത്താണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഇവിടെ ചെറുതായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നത് പുഴയിലൂടെ ചെറുതായിട്ട് പോയി. അവിടെയുള്ളൊരു പാലം നഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ഇഞ്ചുറീസും കാഷ്വാലിറ്റീസും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തതല്ല. എന്നാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് മാറി താമസിച്ചു. അവർ സേഫായി. അതുകൊണ്ട് അൽഹംദുലില്ലാ അവർക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു 4 പേര് മരണപ്പെട്ടു. വേണ്ടപ്പെട്ട എൻ്റെ ഉമ്മയുടെ ആങ്ങളമാർ. അതിലൊരാളുടെ ഈ വീട്ടിലുണ്ടായിരുന്നവരാണോ? അല്ല, അത് കുറച്ച് താഴെയായിട്ട് താമസിച്ചിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്നവരോട് മാറി താമസിക്കാൻ അവർ ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാവരും മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് മാറി. അവരവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് മാറിയിട്ടില്ല. കാരണം ഇവരവിടെ ഇതങ്ങനെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ധാരണ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഒരു മാനസികാവസ്ഥ ഒന്നുമില്ല. അവരൊന്നും അങ്ങനെ സംസാരിക്കുന്നു പോലും ഇല്ല. കാരണം ആ ഒരു ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. അവരങ്ങനെ ആ ഒരു ഇതിലാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുക എന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ, വീട് നമുക്ക് പിന്നെയും ഉണ്ടാക്കാം എന്നുള്ള ഇതിലാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ജുനൈദ് കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം അങ്ങനെ ഏറെ പേരെയൊന്നും ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴും ജുനൈദ് ചിരിക്കുന്ന മുഖത്തോടെയാണെങ്കിലും പിടക്കുന്ന മനസ്സുമായാണ് സംസാരിക്കുന്നത്. ഇത്ര നേരം ഇവിടെ വന്നിട്ട് ജുനൈദ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ഏതായാലും ഭയങ്കര ഷോക്കിംഗ് അനുഭവമാണ് ഇതുപോലെയുള്ളത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരടയാളവും ബാക്കി വെക്കാതെയാണ് ഈ ദുരന്തം ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു, മൃഗങ്ങൾ നഷ്ടമായിരിക്കുന്നു, അതുപോലെ സമ്പാദ്യങ്ങൾ, അതുവരെയുള്ള ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും ഒരു രാത്രി നേരം പുലർന്നപ്പോൾ കുത്തിയൊലിച്ചു പോയ ഒരു സ്ഥിതിവിശേഷമുണ്ടായിരിക്കുന്നു. ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കാനാവട്ടെ എന്ന് ആശംസിക്കാനേ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാവുന്നുള്ളൂ. ജുനൈദിനും എല്ലാവിധ ഈ മുന്നോട്ടുള്ള ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഇനിയും കഴിയട്ടെ. ചെറുപ്രായമാണ്, എയർപോർട്ടിൽ ജോലിയുണ്ട് ജുനൈദിന്, നല്ലൊരു ജോലി ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ജീവിതം ഒരുപാട് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഹാരിസിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 വയനാട്.